പക്ഷെ ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. വണ്ടി ഓടിക്കുമ്പോ പോസ് ചെയ്യേണ്ട രാജീവ്സ്, അതിന് കൊള്ളില്ല. അതിന്റെ നാച്ചുറാലിറ്റി പോകും. സുന്ദരിയാണോ? പിന്നെ എവരുടെ ഒക്കെ എടുക്ക, എല്ലാവരുടെ എടുക്കടി, പാട്ട് കേട്ടാണല്ലോ എന്നിട്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അനാവശ്യമായിട്ട് സ്റ്റെയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി ഒരു ചെറിയ കുഴി ഉണ്ട്, പേടിച്ചാ വലിയ കുഴി വന്നാലും എന്ത് ചെയ്യും? ഇതിട്ടാണ് പരിപാടിയാ. ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഓ, ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? എങ്ങനെയുണ്ടായിരുന്നു സ്വപ്നാനസ് ഇന്നത്തെ യാത്ര? നേരെ നോക്കി ഓടിക്കേ. ട്രിപ്പ് എൻജോയ് ചെയ്തു. ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോകുന്നത് വളരെ നന്നായിരിക്കും. നമുക്കൊരു സമാധാനം, സന്തോഷം. എന്റെ കൂടെ ഇനി വരാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? നല്ലൊരു ഈവനിങ് സമ്മാനിച്ച രാജീവ് മിസ്സിന് താങ്ക് യു. ഈ പെണ്ണുങ്ങൾ വേഗം പോയത്. ഞങ്ങളുടെ ഫ്രണ്ടില് 2 എണ്ണം ഉണ്ട്, അവര് കാണാൻ പറ്റൂല. അല്ല, എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ എന്ത് വേണം ചെയ്തോ. ജോസ്മി മിസ് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെയുള്ള ട്രിപ്പുകൾ നമ്മൾ പോകണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ട് ആദ്യമായിട്ട് നമ്മുടെ ഒരു ചങ്ക് ഫ്രണ്ട് ഒരു യാത്ര. ായിട്ട് നമ്മളെ കൊണ്ടുപോകാം, അതും രാത്രിയിൽ. അതിൽ പ്രത്യേകം തന്നെ അതിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, കണ്ണ് കാണാൻ ഇച്ചിരി പ്രശ്നമുള്ളത് കൊണ്ട് കണ്ണട വെച്ചോ എന്ന് പറഞ്ഞപ്പോ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചതാണ് ഞങ്ങളുടെ ചങ്ക്. അതുകൊണ്ട് ഇത്രയും ചങ്ക് ഫ്രണ്ട്സിന്റെ കൂടെ ഇനിയും നമ്മൾ ഒത്തിരി യാത്ര ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇതുപോലെയുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ധൈര്യശാലികളായ ഫ്രണ്ട്സ്. പുതിയ ആള് പേരുണ്ടായിരുന്നില്ലല്ലോ, എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, എന്നെ എടുത്തില്ലല്ലോ നീ. സേഫ്റ്റിക്ക് വേണ്ടി Dinner,